ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമ്മുടെ ഫാർമക്കോളജി തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക, മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമ്മൾ പഠിക്കുന്ന ആൻറ്റി ഡിപ്രസൻസ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ മേജർ ഡിപ്രസീവ് ഡിസോർഡർ. ഓക്കെ, എയിംസ് ഫാർമസിസ്റ്റ് എക്സാം 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓപ്ഷൻസ് വന്നിരിക്കുന്ന അമിട്രിപ്റ്റിലിൻ, ഫ്ലൂഓക്സെറ്റിൻ, ഇമിപ്രമിൻ, ഫെനൽസിൻ. സോ ഇതിന് ആൻസർ നമ്മൾ ഇതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഫ്ലൂഓക്സെറ്റിൻ അല്ലേ. സോ കാരണം SSRIs ആണ് നമ്മൾ സാധാരണ മേജർ ഡിപ്രസീവ് ഡിസോർഡേഴ്സ് വരുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലൈൻ ഡ്രഗായിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഉണ്ടല്ലോ, ആ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് നമ്മൾ അതുപോലെ ഫസ്റ്റ് ലൈനായിട്ട് ഉപയോഗിക്കുന്നില്ല, അത് സെക്കൻഡ് ഓർ തേർഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് അതിന് നമുക്കറിയാം അതിന് ഒത്തിരി സൈഡ് എഫക്റ്റും കാര്യങ്ങളുണ്ടല്ലേ. ഓക്കെ, സോ അതുപോലെ ഫെനൽസിൻ എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി റിസർവ് ഡ്രഗ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ റെസിസ്റ്റൻറ്റ് ഡിപ്രഷൻ. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കുക. അതിന് മുന്നേ തന്നെ ഈ ആൻറ്റി ഡിപ്രസൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നിങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിച്ചിരിക്കണം കേട്ടോ. ആൻറ്റി ഡിപ്രസൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കിയിരിക്കുക. ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഉണ്ടല്ലോ, ആ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ ഓരോ സെക്ഷനും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൽ നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിലേക്ക് നോറെപ്പിനെഫ്രിൻ റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് മാത്രം ഏതാണ്. അതുപോലെ ചിലതെന്ന് പറയുമ്പോൾ Na+5 വെച്ചിരിക്കും, നോറെപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോറഡ്രാലിൻ പ്ലസ് സെറട്ടോണിൻ റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ് അല്ലേ. ചിലതെന്ന് പറയുമ്പോൾ നോറഡ്രാലിൻ മാത്രം റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ്. സോ അതിന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ അത് നമുക്ക് കോഡ് ഉപയോഗിച്ചല്ലേ നമ്മൾ പഠിക്കുക. ആൻറ്റി ഡിപ്പ് സി എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ചാണ് നമ്മളത് പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ കോഡ് അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോഡാണ് ആൻറ്റി ഡിപ്രസൻ TCAയുടെ കോഡ്. ഇനി അറിയാത്തവർക്കായിട്ടൊന്ന് ജസ്റ്റ് പറയാം. അതായത് ആൻറ്റി ഡിപ്പ് സി നമ്മളത് പറയാം. A4 എന്താണ്? അമിട്രിപ്റ്റിലിൻ, അമോക്സാപ്പിൻ. ഇത് പറയുന്നത് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ കോഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എ എന്ന് പറയുന്നത് അമിട്രിപ്റ്റിലിൻ, അമോക്സാപ്പിനാണ്. ഓക്കെ, എന്ന് പറയുന്നത് നോട്രിപ്റ്റിലിനാണ്. ഓക്കെ, T4 ട്രിമിപ്രമിൻ. ഓക്കെ, ട്രിമിപ്രമിനാണ് T എന്ന് പറയുന്നത്. I4 ഇമിപ്രമിൻ. ഓക്കെ, ഡി എന്താണ്? ഡോക്സെപ്പ്. ഡിയിൽ 3 ഡ്രഗ്സ് ഉണ്ട്. ഒന്ന് ഡോക്സെപ്പിൻ ഉണ്ട്, രണ്ടാമത്തത് എന്താണ്? ഡെസിപ്രമിൻ ഉണ്ട്. ഓക്കെ, ഡെസിപ്രമിൻ ഉണ്ട്, മൂന്നാമത് ഡൊത്തിപ്പിൻ ഉണ്ട്. ഓക്കെ, ഡൊത്തിയാപ്പിനുണ്ട്. ഓക്കെ, അതുണ്ട്. എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കാരണം നമ്മളത് പേര് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഒന്നുമില്ല കേട്ടോ. പി എന്ന് പറയുന്നത് പ്രോട്രിപ്റ്റിലാണ്, പ്രോട്രിപ്റ്റിലിൻ. ഓക്കെ, സി എന്താണ്? C4 ക്ലോമിപ്രമിൻ. ഓക്കെ, സോ ഇത്രയും ഡ്രഗ്സ് എന്താണ്? ദാറ്റ് ഈസ് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്സ് ആണ്. ഓക്കെ, അടുത്ത് നമുക്ക് ഉള്ള ക്ലാസിഫിക്കേഷൻ SSRIs ആണ്. SSRIs വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആണ്. ഇപ്പോൾ പറഞ്ഞാൽ ഫസ്റ്റ് ലൈൻ ഡ്രഗ് ഫോർ ദ മേജർ ഡിപ്രസീവ് ഡിസോർഡർ. പിന്നെ SNRIs കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കുക. എന്താണ്? ഡുലോസെറ്റിനും വെൽനാഫാക്സിനും. പിന്നെ എട്ടിപ്പിക്കൽ ആൻറ്റി ഡിപ്രസൻസും പഠിക്കണം, മാവോ A ഇൻഹിബിറ്റേഴ്സും പഠിക്കണം. നേരത്തെ പറഞ്ഞാൽ മാവോ A ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിപ്രഷനിൽ ഉപയോഗിക്കുന്നതാണ്. മാവോ B ഇൻഹിബിറ്റേഴ്സ് ആണ് നമ്മൾ പാർക്കിൻസോൺസത്തിൽ ഉപയോഗിക്കുന്നത്. അതിന് ഡ്രഗ്സും വ്യത്യസ്തമുണ്ട്, അത് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, സോ എന്തായാലും നമ്മൾ SSRIs ആണ് ഫസ്റ്റ് ലൈൻ ഡ്രഗ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൈഡ് എഫക്റ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ പഠിക്കുമ്പോൾ നമ്മൾ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിന് എത്ര ദിവസം എടുക്കും, എത്ര ടൈം എടുക്കും ഒരു ബെനിഫിഷ്യൽ എഫക്റ്റ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. 2-3 വീക്സ് നമുക്ക് എടുക്കും. ഓക്കെ, 2-3 വീക്സ് എടുക്കും. ഓക്കെ, അത് നോട്ട് ചെയ്യാം. സൈഡ് എഫക്റ്റ് പഠിക്കുക. അട്രോപ്പിനെ പോലത്തെ അട്രോപ്പിൻ ലൈക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്, ആൽഫ അഡ്രജി ബ്ലോക്കിംഗ് എഫക്റ്റ് ഉണ്ട്, H1 ബ്ലോക്കിംഗ് എഫക്റ്റ് ഉണ്ട്. സോ സീഷർ കൺവൾഷൻസ് ഉണ്ടാക്കുന്ന ഡ്രഗ്സ് ആണ് ഇവർ. ഓക്കെ, സോ സം പേഷ്യൻസിൽ ഇത് കോൺട്രാൻഡിക്കേറ്റഡ് ആണ്. അതൊക്കെ നിങ്ങൾ ആ നോട്ടിലുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പഠിക്കുക കേട്ടോ. സോ അതിനൊപ്പം തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക, നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടും എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Which antidepressant is safe in patients with cardiac disease? So amitriptyline, fluoxetine, imipramic, nortriptyline. So ഇതിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഫ്ലൂഓക്സെറ്റിൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ SSRIs ആണ്. SSRIs തന്നെ സേഫസ്റ്റ് ആണ്, ബിക്കോസ് അതിന് സേഫസ്റ്റ് കാർഡിയാക് പ്രൊഫൈലുള്ള ഡ്രഗാണ് SSRIs എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള 3 ഓപ്ഷൻ എന്താണ്? ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻ ഡ്രഗ് ആണ് അല്ലേ. അവർക്ക് സേഫസ്റ്റ് അല്ല, അവർക്ക് കാർഡിയക് പ്രോബ്ലംസ് ഉണ്ട്, കാർഡിയക് റിത്മിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചീസ് റിയാക്ഷൻ ഒക്കേഴ്സ് വിത്ത് SSRIs, TCAs, മാവോ ഇൻഹിബിറ്റേഴ്സ്,
SNRIs. സോ ചീസ് റിയാക്ഷൻ എല്ലാവർക്കും അറിയാം, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള റിയാക്ഷനാണ്, ഞാൻ കുറേ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അത് ആർക്കാണ് അത് ഏത് റിയാക്ഷൻ ഏത് ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടാണ്? ദാറ്റ് ഈസ് മാവോ ഇൻഹിബിറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട റിയാക്ഷനാണ്. ഹൈപ്പർടെൻസീവ് ക്രൈസിസ് ഉണ്ടാവും, സെറിബ്രോവാസ്കുലർ ആക്സിഡൻറ്റ് ഉണ്ടാവും. ഓക്കെ, ചീസ് റിയാക്ഷന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ദാറ്റ് ഈസ് IV ഫെൻറ്റോലാമിൻ. അതറിയായിരിക്കുമല്ലോ അല്ലേ? IV ഫെൻറ്റോലാമിൻ ആണ് നമ്മളത് ഡ്രഗ് ഓഫ് ചോയ്സ് ചീസ് റിയാക്ഷൻ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആന്റിഡിപ്രസൻസ് കോസ് മാക്സിമം ആൻറ്റികൊളർജിക് എഫക്ട്സ് അമിട്രിപ്റ്റിലിൻ, സെട്രാലിൻ, ഫ്ലൂഓസെറ്റിൻ, വെൻലാഫാക്സിൻ. ഓക്കെ, മാക്സിമം ആൻറ്റികൊളർജിക് എഫക്റ്റ് വരുന്ന ഡ്രഗ് ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അമിട്രിപ്റ്റിലാണ്. നമുക്കറിയാം ട്രൈസൈക്ലിക് ആൻറ്റിഡിപ്രസൻസിനാണ് മാക്സിമം ആൻറ്റികൊളർജിക് എഫക്റ്റ് ഉണ്ടാകുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ട്രൈസൈക്ലിക് ആൻറ്റിഡിപ്രസൻസ്? അമിട്രിപ്റ്റിലാണ് അല്ലേ. സെട്രാലിൻ, ഫ്ലൂഓസെറ്റിൻ എന്നൊക്കെ പറഞ്ഞാൽ SSRIs ആണ്. വെൻലാഫാക്സിൻ എന്താണ്? SNRIs ആണ് അല്ലേ. ഓക്കെ, അത് ക്ലാസിഫിക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ, ക്ലാസിഫിക്കേഷൻ ഒന്നും വിട്ട് കളയരുത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രഗ് യൂസ്ഡ് ഫോർ എന്യൂറസിസ് ഇൻ ചിൽഡ്രൻസ്. RRB 2040 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാരോസെറ്റിൻ, ഇമിപ്രമിൻ, സെട്രാലിൻ, ഫ്ലോക്സാമിൻ. സോ നൊക്ടേണൽ എന്യൂറസിസ് അല്ലെങ്കിൽ ബെഡ് വെറ്റിംഗ് അല്ലേ, ബെഡ് വെറ്റിങ്ങിന് കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ് പറയുക? ദാറ്റ് ഈസ് ഇമിപ്രമിൻ. ഓക്കെ, ഇമിപ്രമിൻ ആണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് പഠിക്കുക. ഇമിപ്രമിനാണ് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇതുണ്ട്, ദാറ്റ് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ ഞാൻ കവറപ്പ് ചെയ്ത് പറയാം കേട്ടോ. സോ നമ്മൾ ഇത് ഓർത്തേക്ക് ഇമിപ്രമിനാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വിച്ച് ആൻറ്റിഡിപ്രസൻ കോസസ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ മോസ്റ്റ് കോമൺലി? ഓക്കെ, ബുപ്രോപയോൺ, സെട്രാലിൻ, മിർട്ടാസെപ്പിൻ, ക്ലോമിപ്രമിൻ. സോ ഏറ്റവും കൂടുതൽ സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം SSRIs ആണ്. ഓക്കെ, സോ അതിൽ ഓപ്ഷൻ ഏതാ വരുന്നത്? സെട്രാലിനാണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിഫേർഡ് ആൻറ്റിഡിപ്രസൻ ഇൻ എപ്പിലെപ്സി. ബുപ്രോപയോൺ, ക്ലോമിപ്രമിൻ, സെട്രാലിൻ, ഫ്ലൂഓസെറ്റിൻ. സോ നമ്മൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ പ്രിഫർ ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമ്മൾ സെട്രാലിനാണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ C സെട്രാലിനാണ് ആൻസറായിട്ട് വരുന്നത്. സെട്രാലിന് ഈ പറഞ്ഞ പോലെ ഏറ്റവും എന്താണ് എപ്പിലെപ്സി, അതായത് സീഷർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രൈസൈക്ലിക് ആൻറ്റിഡിപ്രസൻസിൻ്റെ ഒരു മെയിൻ സൈഡ് എഫക്റ്റ് ആണ് എന്താണ്? സീഷർ ഉണ്ടാക്കുക, എപ്പിലെപ്സി ഉണ്ടാക്കുക എന്നുള്ളത് അല്ലേ. സോ ട്രൈസൈക്ലിക് ആൻറ്റിഡിപ്രസൻസിന് നല്ലൊരു ഹൈ റിസ്ക് ഓഫ് എപ്പിലെപ്സിയാണ്, സീഷറാണ്. സോ അതുകൊണ്ട് ക്ലോമിപ്രമിൻ എന്ന് പറയുന്ന സംഭവം നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല, ഉപയോഗിക്കില്ല. ഓക്കെ, ഫ്ലൂഓസെറ്റിൻ, സെട്രാലിൻ. പിന്നെ ബുപ്രോപയോൺ ഉണ്ട്. ബുപ്രോപയോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? NDR, നോർ എപ്പിനെഫ്രിൻ ഡോപ്പമിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്, NDRI എന്ന് പറയും ഷോർട്ടായിട്ട്. ഓക്കെ, സോ അതാണ് ബുപ്രോപയോൺ എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുക, അതിനും ഈ പറഞ്ഞ പോലെ എന്താണ് എപ്പിലെപ്സി ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ട് അല്ലേ. സോ ഈ രണ്ട് ഡ്രഗ്സ് ഉണ്ട് SSRIs വരുന്ന. അതിൽ ഏറ്റവും കുറവ് എന്താണ് സീഷർ ത്രഷോൾഡ് ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഡ്രഗ് ഏതാണ് എപ്പിലെപ്സിയിൽ? ദാറ്റ് ഈസ് സെട്രാലിൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വിച്ച് ആൻറ്റിഡിപ്രസൻസ് ഇൻക്രീസസ് അപ്പറ്റൈറ്റ് ആൻഡ് കോസസ് വെയിറ്റ് ഗെയിൻ? ഓക്കെ, ബുപ്രോപയോൺ, മിർട്ടാസെപ്പിൻ, ഫ്ലൂഓസെറ്റിൻ, പാരോസെറ്റിൻ. സോ ഇതിൽ വെയിറ്റ് ഗെയിൻ കൂടുന്ന ഒരു ഡ്രഗ്, വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കുന്ന ഡ്രഗ് ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് മിർട്ടാസെപ്പിൻ ആണ് കേട്ടോ. മിർട്ടാസെപ്പിൻ്റെ മിർട്ടാസെപ്പിൻ ഏത് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. മിർട്ടാസെപ്പിൻ എന്ന് പറഞ്ഞാൽ എട്ടിപ്പിക്കൽ ആൻറ്റിഡിപ്രസൻസിൽ വരുന്ന ഡ്രഗാണ് നമുക്ക് മിർട്ടാസെപ്പിൻ എന്ന് പറയുന്നത്. അത് ഏത് ആരൊക്കെ ബ്ലോക്ക് ചെയ്ത്? ദാറ്റ് ഇസ് നോറഡ്രിനാലിൻ അല്ലേ, ആൽഫ-2 ഓട്ടോ റിസെപ്റ്റേഴ്സ് അതിനാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, 5-HT ന്യൂറോൺസിനെയും അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ആക്ട് ചെയ്യുന്ന ഡ്രഗാണ് നമ്മൾ. വെയിറ്റ് ഗെയിൻ ആണ് മെയിൻ സൈഡ് എഫക്റ്റ് ഓഫ് മിർട്ടാസെപ്പിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദി ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഓക്കെ, ഫ്ലൂഓസെറ്റിൻ, ഹാലോപിരിഡോൾ, ഡയസെപ്പം, ലിഥിയം. ഇത് ഓർത്ത് വയ്ക്കുക. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിൽ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ഏതാണ്? SSRIs ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചെന്താണ്? മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആയിക്കോട്ടെ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ആയിക്കോട്ടെ, ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് SSRI ആയിരിക്കും വരിക. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? SSRI, ദാറ്റ് ഈസ് ഫ്ലൂഓസെറ്റിൻ അല്ലേ. ഫ്ലൂഓസെറ്റിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനൊപ്പം തന്നെ നമ്മൾക്ക് ഓർത്ത് വയ്ക്കുക, ദാറ്റ് ഈസ് നമ്മളിത് ഒരു കോഡ് ഓർക്കുക, OCD അല്ലേ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഓക്കെ, സോ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും അങ്ങനെ തന്നെ ആണ് ഏകദേശം. അതാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഡ്രഗ്. ഓർത്ത് ക്ലോമിപ്രമിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലോമിപ്രമിൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഇത് ഉപയോഗിക്കുന്നുണ്ട്, ഫ്ലൂഓക്സാമിൻ യൂസ് ചെയ്യുന്നുണ്ട്, ഫ്ലൂഓക്സാമിൻ. ഓക്കെ, ഇതെല്ലാം എന്താണ്? SSRIs ആണ് നമ്മൾ യൂസ് ചെയ്യുക. ക്ലോമിപ്രമിൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ പറഞ്ഞാൽ ഫ്ലൂഓസെറ്റ് ഉപയോഗിക്കുക, ഫ്ലൂഓക്സാമിനോട് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. SSRIs ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ദിവസം, സെറോട്ടോണിൻ സിൻഡ്രോം ഈസ് കോസ്ഡ് ബൈ കോമ്പിനേഷൻ ഓഫ് മാവോ ഇൻഹിബിറ്റർ വിത്ത് ഓപ്ഷൻ A ഹാലോപിരിഡോൾ, മെട്രോണിഡസോൾ, SSRIs, ബീറ്റാ ബ്ലോക്കേഴ്സ്. സോ സെറോട്ടോണിൻ സിൻഡ്രോം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അതുണ്ടാവുന്ന എന്തൊക്കെ തമ്മിൽ കോമ്പിനേഷൻ വരുമ്പോഴാണ്? ഒരു മാവോ ഇൻഹിബിറ്റർ ഡ്രഗ് ഇൻട്രാക്ഷൻ ആണല്ലേ സെറോട്ടോണിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. മാവോ ഇൻഹിബിറ്റേഴ്സുമായിട്ട് SSRIs റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുന്ന സെറോട്ടോണിൻ സിൻഡ്രോം ഉണ്ടാകുന്നത്. അത് നമ്മൾ അതുപോലെ ഈ നമ്മൾ SSRIs ഉണ്ടല്ലോ,
ഒരു കാര്യം ഓർക്കുക, SSRIs എന്ന് പറഞ്ഞാൽ നമ്മൾ എൻസൈം ഇൻഹിബിറ്റർ ആണ് കേട്ടോ. സ്ട്രോങ് എൻസൈം ഇൻഹിബിറ്റർ ആണ് SSRI എന്ന് പറയുന്നത്. സോ ഇത് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ഒത്തിരി ഡ്രഗ്സിനെ മെറ്റബോളിസത്തിന് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ മെറ്റബോളിസം എന്ത് ചെയ്യില്ല, നടക്കില്ല. അപ്പോൾ അവരുടെ ടോക്സിസിറ്റി ഉണ്ടാവും. ഓക്കെ, ഒത്തിരി ഡ്രഗ്സിലേക്ക് ഫിനൈറ്റോയിൻ ടോക്സിറ്റി ഉണ്ടാക്കാം, കാർബോമസെപ്പിന് ടോക്സിറ്റി ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ഒത്തിരി പേര് ഇത് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, SSRIസിൻ്റെ ഒരു വലിയൊരു ഇൻട്രാക്ഷനാണ് മാവോ ഇൻഹിബിറ്റേഴ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ സെറോട്ടോണിൻ സിൻഡ്രോം ഉണ്ടാക്കുക എന്നുള്ളത്. അത് സിവിയർ എഫക്റ്റ് ഉണ്ടാവും. നമുക്ക് ലൈക്ക് കോമ, സീഷർ, ഷിവറിങ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് സെറോട്ടോണിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, ആരൊക്കെയെന്ന് ഓർമ്മയുണ്ടല്ലോ, SSRIസും മാവോ ഇൻഹിബിറ്റേഴ്സും. മാവോ ഇൻഹിബിറ്റേഴ്സ് തൈറമിൻ, ചീസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചീസ് റിച്ച് ഫുഡൊക്കെ വരുമ്പോഴാണ് തൈറമിനൊക്കെ വരിക. ചീസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, തൈറമിൻ റിച്ച് ഫുഡ് വരുവാണ്. ചീസ് റിച്ച് ഫുഡ് അല്ലാണ്ട് തൈറമിൻ റിച്ച് ഫുഡുകൾ ഉണ്ടല്ലോ, ലൈക്ക് ബിയറോ വൈന്, ലിവർ, ഫിഷ്, മീറ്റ് അങ്ങനെയുള്ളതൊക്കെ. അങ്ങനത്തെ ഫുഡുമായിട്ട് മാവോ ആയിട്ട് ഇൻഹിബിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുക, ചീസ് റിയാക്ഷൻ നടക്കുക. മാവോ SSRIസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഫോം ചെയ്യുക, സെറോട്ടോണിൻ സിൻഡ്രോം ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞതാണ് ഞാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്മോക്കി സെസഷൻ. ഈ ക്വസ്റ്റ്യൻ ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് കേട്ടോ. സ്മോക്കി സെസഷൻ ഈസ് ട്രീറ്റഡ് വിത്ത് ഇമിപ്രമിൻ, ബുപ്രോപയോൺ, ഫ്ലൂവോസെറ്റിൻ, ട്രാസഡോൺ. ഓർത്ത് വയ്ക്കുക, സ്മോക്കി സെസഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രഗാണ്. ദാറ്റ് ഇസ് എറ്റിപ്പിക്കൽ ആൻഡ് ഡിപ്രസൻസ് ആണ് ബുപ്രോപയോൺ എന്ന് പറയുന്നത്. ഓക്കെ, ബുപ്രോപയോൺ ആണ് വരുന്നത്. അത് എന്താണ്, NDR, ദാറ്റ് ഇസ് നോർ അഡ്രിനാലിൻ ഡോപ്പമിൻ റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഓക്കെ, പഠിക്കാൻ വേണ്ടി എളുപ്പത്തിനായിട്ട് NDRI എന്ന് പറഞ്ഞത്. ഓക്കെ, അത് മെക്കാനിസം ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ആൻറ്റിഡിപ്രസൻ യൂസ്ഡ് ഫോർ ന്യൂറോപ്പതി പെയിൻ, ഫ്ലൂവോസെറ്റിൻ, അമിട്രിപ്റ്റിലിൻ, പാരോസെറ്റിൻ, സെട്രാലിൻ. സോ ഇത് PSC കേരളയ്ക്ക് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ന്യൂറോപ്പതി പെയിൻ, നെർവ് പെയിൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്, ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് അമിട്രിപ്റ്റിലിൻ. ട്രൈസൈക്ലിക് ആൻറ്റിഡിപ്രസൻസ് ആണ് നമ്മൾ ന്യൂറോപ്പതി പെയിൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻറ്റിഡിപ്രസൻസ് പ്രിഫേർഡ് ഇൻ പേഷ്യൻ വിത്ത് ഇൻസോമിനിയ, മിർട്ടാസെപ്പിൻ, ഫ്ലൂവോസെറ്റിൻ, സെട്രാലിൻ, വെൻലാഫാക്സിൻ. സോ ഇൻസോമിനിയ ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ഒരു ആൻറ്റിഡിപ്രസൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ മിർട്ടാസെപ്പിൻ ആണ് കൊടുക്കുക കേട്ടോ. കാരണം മിർട്ടാസെപ്പിൻ എന്ന് പറഞ്ഞാൽ H1 റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരാളാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ലീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നൊരു ഡ്രഗാണ് കേട്ടോ. സ്ലീപ്പ് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് മിർട്ടാസെപ്പിൻ. സോ നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് എന്തിനാണ് പഠിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കേണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ എന്താണ്, നമ്മൾ ഈ എയിംസ് എക്സാം, ESICയുടെ ഒക്കെ എക്സാം, RRBയുടെ ഒക്കെ എക്സാം വരുമ്പോൾ കുറച്ച് ഡീപ്പായിട്ടായിരിക്കും നമുക്ക് ഫാർമക്കോളജി ചിലപ്പോൾ ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് SSRIs വിത്ത് ലോങ്ങസ്റ്റ് ഹാഫ് ലൈഫ്, പാരോസെറ്റിൻ, സെട്രാലിൻ, ഫ്ലൂവോസെറ്റിൻ, സിറ്റാലോപ്രാം. സോ ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ദാറ്റ് ഇസ് ലോങ്ങസ്റ്റ് ഹാഫ് ലൈഫുള്ള ഡ്രഗ് ഏതാണ് വരിക, ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ഫ്ലൂവോസെറ്റിൻ ആണ് വരിക കേട്ടോ. അത് ലോങ്ങസ്റ്റ് ഹാഫ് ലൈഫ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2-3 ഡേയ്സ് വരെ നമുക്ക് നിൽക്കുന്നുണ്ട്. സോ അതിൻ്റെ ഹാഫ് ലൈഫ് ഈസ് അബൌട്ട് 48 to 72 hours ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഹാഫ് ലൈഫുള്ള SSRIs ഏതാണ്, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും ഷോർട്ടസ്റ്റ് ഹാഫ് ലൈഫുള്ള SSRIs ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ മെയിൻ്റെനൻസ് ട്രീറ്റ്മെൻറ്റ് ഓഫ് മാനിയയുടെ മെയിൻ്റെനൻസ് ട്രീറ്റ്മെൻറ്റ് വേണ്ടി ഏതാണ് ഡ്രഗ് യൂസ് ചെയ്യുന്നത്, ലിഥിയം, ഒലാൻസെപ്പിൻ, വാൽപ്രോയേറ്റ്, ക്ലോണാസെപ്പം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ് ആൻസർ വരുന്നത്, ഓപ്ഷൻ എ വരും, ലിഥിയം വരും. അതാണ് നമ്മൾ ബൈപ്പോളർ മാനിയയുടെ മെയിൻ്റെനൻസ് അക്യൂട്ട് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മെയിൻ്റെനൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലിഥിയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്, ഡ്രഗ് കോസിൻ ഡയബറ്റിക് ഇൻസിപ്പിഡസ് അല്ലേ, ഒലാൻസെപ്പിൻ, ലിഥിയം, റിസ്പിരിഡോൺ, വാൽപ്രോയേറ്റ്. സോ ലിഥിയത്തിൻ്റെ നിങ്ങൾ സൈഡ് എഫക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡയബറ്റിക് ഇൻസിപ്പിഡസ് ലിഥിയത്തിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. എങ്ങനെയാണ് വരിക, ലിഥിയം എന്താ ചെയ്യുന്നത്, ADH അല്ലെങ്കിൽ വാസോപ്രസിൻ ഹോർമോൺ അല്ലെങ്കിൽ ആൻറ്റി ഡയററ്റിക് ഹോർമോൺ എന്ന് പറയും, അല്ലെങ്കിൽ വാസോപ്രസിൻ നമ്മൾ പറയും. ഇതിനെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലിഥിയം എന്ത് ചെയ്യുക ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരിക, ഡയബറ്റിക് ഇൻസിപ്പിഡസ് അല്ലേ, ഡയബറ്റിക് ഇൻസിപ്പിഡസ് ഉണ്ടാവുന്നത്. സോ ആൻസർ എന്താ വരിക, ഓപ്ഷൻ ബി, ലിഥിയാണ് വരുന്നത്. ഇതിൻ്റെ മറ്റുള്ള സൈഡ് എഫക്റ്റുകൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് പഠിച്ചു വയ്ക്കുക. തൈറോയ്ഡ് ഹോർമോൺസിനെ ഇത് ഇൻഹിബിറ്റ് ചെയ്യും, റിലീസ് ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ്. ഹൈപ്പോ തൈറോയിഡിസം നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ് ലിഥിയം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാക്കുന്ന ഡ്രഗാണ്. അതുപോലെ തന്നെ ഈ ഡ്രഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ നമ്മുടെ ഡയബറ്റിക് ഇൻസിപ്പിഡസ് പോലെ പോളിയൂറിയ, പോളിഡിപ്സിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ അക്യൂട്ട് ലിഥിയം ടോക്സിസിറ്റി ഉണ്ടാവാം. ഓക്കെ, സോ അതായത് നമ്മൾ കറക്റ്റായിട്ട് ലിഥിയം എടുത്ത് കഴിയുമ്പോൾ ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അത് കറക്റ്റായിട്ട് നമ്മൾ
മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗാണ് ലിഥിയം എന്ന് പറയുന്നത്. അതായത് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് വേണ്ട ഒരു ഡ്രഗാണ് എന്ത്, ലിഥിയം. ഓക്കെ, ലിഥിയത്തിൻ്റെ നോർമൽ ലെവൽ നമ്മൾക്ക് ബ്ലഡിൽ മോണിറ്റർ ചെയ്യേണ്ടത് ലെവൽ ഓർത്ത് വയ്ക്കുക 0.5 to 1.5 മില്ലി ഇക്വലൻറ്റ് പെർ ലിറ്റർ ആയിരിക്കും നമുക്ക് നോർമൽ ലെവൽ നമ്മൾ പറയുന്നത്. സോ അത് എങ്ങനെയാണ് മോണിറ്റർ ചെയ്യുന്നത്, അതും ഇതൊരു പ്രത്യേകതയുള്ള ഡ്രഗാണ്. കാരണം നമ്മൾ സാധാ ബ്ലഡ് എടുത്തിട്ടല്ല ഇത് മോണിറ്റർ ചെയ്യുന്നത്, സലൈവ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് മോണിറ്റർ ചെയ്യുന്നത്. ബിക്കോസ് നോൺ ഇൻവേസീവ് മോണിറ്ററിങ് ടെക്നിക്കാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇൻ കേസ് ലിഥിയം ടോക്സിസിറ്റി വരുവാണെങ്കിൽ നമുക്കറിയാം കൺഫ്യൂഷൻ, കൺവേർഷൻ, അരിത്മിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. ആ കേസിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതായത് ലിഥിയം നമ്മൾ സാധാരണ മാനിറ്റോൾ കൊടുക്കും. മാനിറ്റോൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലിഥിയം പെട്ടെന്ന് എക്സ്ക്രീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മാനിറ്റോൾ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ സപ്പോസ് ലിഥിയത്തിൻ്റെ ലെവൽ മോർ ദാൻ 4 മില്ലി ഇക്വലൻ്റ് ആണെങ്കിൽ ഓർത്ത് വയ്ക്കുക, ആണെങ്കിൽ നമ്മൾ ഹീമോ ഡയാലിസിസ് ചെയ്യും. ഓക്കെ, ഹീമോ ഡയാലിസിസ് നമ്മൾ ചെയ്യും. ഓക്കെ, അത് അത്രയും പോയിന്റുകൾ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. സോ ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതുപോലെ തന്നെ ലിഥിയത്തിൻ്റെയും ഹാലോപിരിഡോളും ഒക്കെ ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. തൈസൈഡുമായിട്ട് ഡ്രഗ് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്, ഹൈപ്പോനേട്രീമിയ ഉണ്ടാവും. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ലിഥിയം ഒരു ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ്, നോക്കിയിട്ട് തന്നെ പോവുക. ഇപ്പോൾ അത്യാവശ്യം വേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്ന ഡ്രഗ് നോട്ട് എഫക്റ്റീവ് ഇൻ ദി അക്യൂട്ട് മാനിയ. ഓക്കെ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ലിഥിയം, വാൽപ്രോയേറ്റ്, ഹാലോപിരിഡോൾ, ലാമോട്രിജിൻസ്. ഓർത്ത് വയ്ക്കുക, മാനിയയുടെ ഒരു കേസ് വരുമ്പോൾ, അക്യൂട്ട് മാനിയയുടെ ഒരു ബന്ധപ്പെട്ട കേസ് വരുമ്പോൾ നമ്മൾക്ക് എഫക്റ്റീവ് അല്ലാത്ത ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ളത് ലാമോട്രിജിനാണ്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ പറയാം അതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ലാമോട്രിജിൻ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്റർ നീഡഡ് ഫോർ ഒലാൻസെപ്പിൻ, ലിഥിയം, റിസ്പിരിഡോൺ, വാൽപ്രോയേറ്റ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു അല്ലേ, തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിങ് ആർക്കാ വേണ്ട, ലിഥിയം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് എന്താണ്, ലിഥിയം മെക്കാനിസം ഓഫ് ആക്ഷൻ, ബ്ലോക്ക് സോഡിയം ചാനൽസ്, ഇൻഹിബിറ്റ് IP3DAG സിഗ്നലിംഗ്, 5-HT1A ആഗോണിസ്റ്റ്, ഗാബ ആഗോണിസ്റ്റ്. സോ നമ്മൾ ഏതാ ലിഥിയത്തിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി അല്ലേ, ഇൻഹിബിറ്റ് IP3DAG സിഗ്നലിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഡ്രഗ് ഫോർ ബൈപോളാർ ഡിപ്രഷൻ. ഓക്കെ, ബൈപോളാർ ഡിപ്രഷന് വേണ്ട ഡ്രഗ് ഏതാണ്, ലിഥിയം, ലാമോട്രിജിൻ, ഹാലോപിരിഡോൾ, വാൽപ്രോയേറ്റ്. ഓർത്തേക്ക്, ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു അക്യൂട്ട് മാനി വന്നപ്പോൾ നമ്മൾക്ക് പ്രിഫർ ചെയ്യാത്ത ഡ്രഗ് ഏതായിരുന്നു, ലാമോട്രിജിൻ. പക്ഷേ ലാമോട്രിജിൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്, ബൈപോളാർ ഡിപ്രഷൻ്റെ ഒരു കേസ് വന്നാൽ നമ്മൾ ആരെ പ്രിഫർ ചെയ്യുക, ലാമോട്രിജിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൽ ഏതൊക്കെ ഡ്രഗ്സ്, ലിഥിയം അല്ലാതെ ബാക്കി കുറച്ച് ഡ്രഗ്സ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അത് ഓർക്കാൻ എളുപ്പത്തിന് എന്തെങ്കിലും ഇതിൽ നമുക്ക് പഠിച്ചു വെക്കണം. അപ്പോൾ ആൻറ്റി കൺവൾസൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ആൻറ്റി കൺവൾസൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓർത്ത് വയ്ക്കാൻ ഒരു കോഡ് VLC എന്ന് ഓർത്ത് വയ്ക്കുക, VLC. അപ്പോൾ VLC വാൽപ്രോയേറ്റ്, ലാമോട്രിജിൻ ആൻഡ് കാർബമസിപ്പിൻ. ഓക്കെ, സോ ഈ 3 ഡ്രഗ്സ് VLC എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് ആൻറ്റി കൺവൾസൻസ് ഈ പറഞ്ഞ പോലെ മാനിയയിൽ ഏതൊക്കെ ഡ്രഗ്സാണെന്ന് ഓർക്കാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് കിട്ടും. പിന്നെ അതുകൂടാതെ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നുണ്ട്, ബെൻസോഡയസെപ്പിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതുകൂടാതെ ആരെ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷനോട് നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ആൻറ്റിസൈക്കോട്ടിക്സ്. ഓക്കെ, സോ അത് ഓർത്ത് വയ്ക്കാൻ കോഡൊന്നും എനിക്ക് മനസ്സിലായി, പക്ഷെ നമ്മൾ ORA എന്ന് ഓർത്ത് വെച്ചാൽ അല്പം കിട്ടും നമുക്ക്. അങ്ങനെ ഞാനത് പഠിച്ചത്. Q എന്ന് പറഞ്ഞാൽ ക്യുറ്റിയാപ്പിൻ, ഒലാൻസെപ്പിൻ, റിസ്പിരിഡോൾ, അരിപ്പിപ്രസോൾ. ഓക്കെ, സോ ഇങ്ങനെ ഞാൻ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്കത് ഓർക്കാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ രീതിയിൽ ഓർക്കുക. സോ നിങ്ങൾക്കത് കിട്ടും. ഓക്കെ, സോ ഇത്രയും ഡ്രഗ്സാണ് നമ്മൾ മാനിയയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഗോയിറ്റർ ഉണ്ടാക്കും എന്ന് പറഞ്ഞില്ല, ഹൈപ്പോതൈറോയിഡിസം ഉള്ളതുകൊണ്ട് ഗോയിറ്റർ ഉണ്ടാക്കും, ഓർത്ത് വയ്ക്കുക. മാവ് A ഇൻഹിബിറ്ററും മാവ് B ഇൻഹിബിറ്ററും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ പഠിക്കാം. പിന്നെ ഉള്ളത് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു OCDയുടെ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, നമ്മൾ യൂസ് ചെയ്യുന്ന ആരാണ്, SSRIs അല്ലേ. SSRIs തന്നെ ക്ലോമിപ്രമിൻ ഉണ്ട്, ഫ്ലൂവോസിറ്റിൻ ഉണ്ട്, ഫ്ലൂവോസാമിൻ ഉണ്ട്. ഓക്കെ, അടുത്ത് പറഞ്ഞു എന്യൂറസിസ് പറഞ്ഞു, നോക്ടേണൽ എന്യൂറസിസ് അല്ലേ. എന്യൂറസിസ് നമ്മൾ യൂസ് ചെയ്യുന്ന ആരാണ്, ഇമിപ്രമിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇമിപ്രമിൻ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. മൈഗ്രെയിൻ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മൈഗ്രെയിൻ പെയിനും കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, അമിട്രിപ്റ്റിലിനാണ് നമ്മൾ യൂസ് ചെയ്യുക, അമിട്രിപ്റ്റിലിൻ യൂസ് ചെയ്യുന്നു, ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് നമ്മൾ ഫൈബ്രോമയാൾജിയ അല്ലേ, ഫൈബ്രോമയാൾജിയ അല്ലെങ്കിൽ നമ്മൾ ന്യൂറാൾജിയ. ഓക്കെ, ന്യൂറാൾജിയ ന്യൂറോണൽ പെന്യൂറാൾജിയ, ഫൈബ്രോമയാൾജിയ, ഈ കേസിലൊക്കെ നമുക്ക് ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസ് ഉപയോഗിക്കാം. അതിൽ നമുക്ക് SNRIs നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഓക്കെ, അതിൽ ഓക്കെ പഠിക്കുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന പോയിന്റ് ഓർത്ത് വയ്ക്കാം. പിന്നെ ട്രസഡോണിൻ്റെ ഒരു മെയിൻ സൈഡ് എഫക്റ്റാണ് പ്രിയാപ്പിസം. ഓക്കെ, ട്രസഡോൺ സോറി റേസ് ചെയ്തിട്ട് ഓക്കെ, ട്രസഡോണിൻ്റെ മെയിൻ ഒരു സൈഡ് എഫക്റ്റ് ഓർത്തേക്ക് കേൾക്കുമ്പോൾ പ്രിയാപ്പിസം. ഓക്കെ, പെയിൻഫുൾ
എറക്ഷൻ ഓഫ് പെനീസ്. ഓക്കെ, പ്രിയാപ്പിസ് ഓർത്ത് വയ്ക്കാം. ഇത് മെയിൻ സൈഡ് എഫക്റ്റ് ആണ്. ഇപ്പോൾ പിന്നെ ബുപ്രോപ്പയോൺ നമ്മൾ പറഞ്ഞല്ലോ, സ്മോക്കി സെസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. സോ അതൊക്കെ ഓർത്ത് വയ്ക്കാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ആൻറ്റി ഡിപ്രസൻസിലും അതുപോലെ മാനിയ ഡ്രഗ്സിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂടുതൽ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. എക്സാമിന് നിങ്ങൾക്ക് ഇതൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ, ലൈക്കും അടിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.